അതാണ് ഷാജ നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. തന്തയ്ക്ക് പിറക്കുന്നതും തന്തമാർക്ക് പിറക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം നിനക്കുണ്ടാകില്ല. ഞാനീ പറയുന്നത് നിന്റെ മാതാപിതാക്കളുടെ ബഹുമാനമില്ലാഞ്ഞിട്ടല്ല. നീ അവരുടെയൊക്കെ വയറ്റിൽ ജനിച്ചു, അല്ലെങ്കിൽ നല്ല സഹോദരനെ എനിക്കറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് നീ പലപ്പോഴും ആ സഹോദരന്മാരുടെ പേരിലാണ് നീ പലയിടത്തും തല്ലുകൊള്ളാതെ രക്ഷപ്പെടുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ മുന്നിൽ ഷാജ നീ വരരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിന്നെ എനിക്ക് ജയിലിലാക്കാൻ പറ്റിയില്ല എങ്കിൽ, എനിക്ക് നീതി കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നവനാണ്. ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. നീ പറയുന്ന ഒരു സമയത്ത് നിനക്ക് ഗുണ്ടകളുടെ സഹായമില്ലാതെ, പോലീസിന്റെ സംരക്ഷണമില്ലാതെ തിരുവനന്തപുരം നഗരത്തിലൂടെ നിനക്കൊന്ന് ഒറ്റയ്ക്ക് നടന്നു കാണിക്കാമോ? നിന്നെ ജനം കല്ലെറിയും. അങ്ങനെ ഷാജന് തന്നെ ഷർട്ട് അവർ വാങ്ങിക്കൊടുത്തെങ്കിലും റോസ് ഉടുപ്പല്ലാത്തത് കൊണ്ട് ഇട്ടില്ല എന്നുള്ളതാണ് അവൻ പറയുന്നത്. ഈ പാതിരാത്രിക്ക് ഇവന് വേണ്ടി പിങ്കുടുപ്പ് അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ട്. ഇവന് ജാമ്യത്തിന്റെ കരച്ചീട്ടുമായി കോടതിയിൽ രാത്രി 10 മണിക്ക് ശേഷം എത്താൻ ആളുണ്ടെങ്കിൽ അവന് ആശുപത്രിയിലോ പോലീസ് സ്റ്റേഷനിലോ കോടതി വരാന്തയിലോ വെച്ച് ഉടുപ്പ് നൽകാൻ ആളില്ലാഞ്ഞിട്ടാണോ? നീ പോയിട്ട് നീ പറഞ്ഞ നിന്റെ 90 കഴിഞ്ഞ തന്ത വിചാരിച്ചാൽ അത് അങ്ങനൊരു സാധനം കൊണ്ടുവരാൻ കഴിയില്ല എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ വെല്ലുവിളിച്ചത്. അതോടുകൂടി നീ വെച്ചുപോയി.